നമസ്കാരം. കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തുടരുകയാണ്. ത്രിതല തെരഞ്ഞെടുപ്പിന്റെ സകല മേഖലകളിലും UDF മിന്നും വിജയം ഉറപ്പിച്ചുകൊണ്ട് മുന്നിൽ വരികയാണ്. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി തലസ്ഥാനത്തെ കയ്യിലെടുക്കാൻ NDAയും ഇങ്ങനെ വാശിയേറിയ മത്സര ഫലങ്ങളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നുവോ? UDFന്റെ മിന്നൽ മുന്നേറ്റം. തിരുവനന്തപുരത്ത് ശ്രീലേഖ വിജയിച്ചു. മുന്നേറ്റം തുടർന്ന് NDA. വോട്ട് വെട്ടിയവർക്ക് മുന്നിൽ വൈഷ്ണയുടെ മധുര പ്രതികാരം. മുട്ടടയിൽ മിന്നും ജയം. വാർത്തകൾ വിശദമായി. 15 വർഷത്തിന് ശേഷം ഈ ട്രെൻഡ് ആദ്യമായി. ത്രിതല തെരഞ്ഞെടുപ്പിലെ സകല മേഖലകളിലും വമ്പൻ മുന്നേറ്റം തുടരുകയാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള എല്ലാ മേഖലയിലും മുന്നേറ്റം UDFന് തന്നെയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങി എല്ലാ മേഖലയിലും ലീഡ് പിടിച്ചിരിക്കുകയാണ് UDF. ഈ മുന്നേറ്റം അന്തിമം അല്ലെങ്കിലും 2010 ശേഷം ചരിത്രത്തിൽ ആദ്യമായാണ് UDFന് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. വോട്ടെണ്ണൽ തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഗ്രാമപഞ്ചായത്തുകൾ അടക്കമുള്ള എല്ലാ മേഖലയിലും മുന്നിൽ UDF. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങി എല്ലാ മേഖലയിലും ലീഡ് പിടിച്ചെടുക്കുകയാണ് UDF. ഈ മുന്നേറ്റം അന്തിമമല്ലെങ്കിലും 2010 ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDFന് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം വൻ മുന്നേറ്റമാണ് UDF നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ നിലവിലെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുവാൻ സാധ്യതയുള്ള സൂചനകളാണ് പുറത്തു വരുന്നതെന്നാണ് വിലയിരുത്തൽ. ഈ ട്രെൻഡ് തുടർന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടക്കം സ്വാധീനം ചെലുത്തുന്ന വ്യക്തമായ സൂചനയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം. UDF പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് 2010 ശേഷം ആദ്യമായി ഇത്തരത്തിൽ UDF ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. അതേസമയം LDFന് കാര്യമായ തിരിച്ചടി നേരിടുമ്പോൾ തന്നെ BJPക്കും വലിയ നേട്ടം അവകാശപ്പെടാനുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റം രേഖപ്പെടുത്തി മുൻപ് 23 പഞ്ചായത്തുകളിൽ ലീഡ് നേടിയ സ്ഥാനത്ത് ഇത്തവണ 33 പഞ്ചായത്തുകളിലാണ് BJPക്ക് ലീഡുള്ളത്. കൂടാതെ ഒരു കോർപ്പറേഷനിലും BJP ലീഡ് നിലനിർത്തുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ റിട്ടയർഡ് DGP ശ്രീലേഖയ്ക്ക് ജയം. ശാസ്താമംഗലം വാർഡിൽ നിന്നാണ് NDA സ്ഥാനാർത്ഥിയായ ശ്രീലേഖ വിജയിച്ചത്. LDF സ്ഥാനാർത്ഥിയായ അമൃതയെ തോൽപ്പിച്ചുകൊണ്ടാണ് ശ്രീലേഖ മുന്നേറ്റം തുടർന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ റിട്ടയർഡ് DGP ശ്രീലേഖയ്ക്ക് ജയം. ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് NDA സ്ഥാനാർത്ഥിയായ ശ്രീലേഖ വിജയിച്ചത്. LDF സ്ഥാനാർത്ഥിയായ അമൃതയെ തോൽപ്പിച്ചാണ് ശ്രീലേഖ ജയിച്ചത്. റിട്ടയർഡ് DGPയും കേരളത്തിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയുമായ R ശ്രീലേഖ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിവാദത്തിൽപ്പെട്ടിരുന്നു. പ്രചാരണത്തിനോടൊപ്പം തന്നെ IPS എന്ന് ഉപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതി ഉയർന്നിരുന്നു. പിന്നാലെ തിരഞ്ഞെടുപ്പ് ദിനം വ്യാജ സർവേ ഫലം പ്രചരിപ്പിച്ചതിലും വിവാദത്തിൽപ്പെട്ടു. ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന കുന്നംകുഴി വാർഡിൽ LDFന് പരാജയം. LDFന്റെ സ്റ്റാർ സ്ഥാനാർത്ഥിയും മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ IP ബിനുവാണ് തോറ്റത്. UDFന്റെ മേരി പുഷ്പം 657 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിരിക്കുന്നത്. വൻ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഈ വാർഡ്. ജനകീയനായ നേതാവായിരുന്നു ബിനു. പ്രചാരണത്തിന് വൻപന്മാർ എത്തിയെങ്കിലും വോട്ടിൽ പ്രതിഫലിച്ചില്ല. കഴിഞ്ഞ തവണയും ഈ വാർഡിൽ മേരിയായിരുന്നു വിജയിച്ചത്. ഇത്തവണയും അങ്ങനെ സീറ്റ് പിടിച്ചെടുക്കണമെന്ന LDF മോഹം പൂവണിഞ്ഞില്ല എന്നാണ് പറയാൻ കഴിയുക. വോട്ട് വെട്ടിമാറ്റാൻ ഇറങ്ങിയവരിൽ നിന്ന് മുട്ടട പിടിച്ചെടുത്ത് വൈഷ്ണ സുരേഷിന്റെ മധുര പ്രതികാരം. മുട്ടടയിൽ LDFനെ കടുംവെട്ട് വെട്ടിയാണ് വൈഷ്ണ അട്ടിമറി വിജയം നേടിയത്. സന്തോഷമുണ്ടെന്നും ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും വൈഷ്ണ പ്രതികരിച്ചു. LDFനെ കടുംവെട്ട് വെട്ടിയാണ് വൈഷ്ണ അട്ടിമറി വിജയം നേടിയത്. സന്തോഷമുണ്ടെന്നും ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും വൈഷ്ണ പ്രതികരിച്ചു. സത്യം ജയിക്കും എന്നാണ് അന്നും പറഞ്ഞത്. എന്റെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അവർ പിന്തുണച്ചു. ഏറെ അഭിമാനമുണ്ടെന്നും വൈഷ്ണ പറഞ്ഞു. വൈഷ്ണയുടെ പേര് CPM പ്രവർത്തകന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ താരമായി മാറിയത്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരു
ഒരു ഘട്ടത്തിൽ അനിശ്ചിതത്വത്തിലായിരുന്നു. വൈഷ്ണയുടെ അപ്പീൽ ഹിയറിംഗിൽ തള്ളിയതിനു പിന്നാലെ വിഷയം ഹൈക്കോടതിക്ക് മുന്നിലെത്തി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി വോട്ട് പുനഃസ്ഥാപിച്ചു നേടിയ വൈഷ്ണ ഇടതുകോട്ടയായ മുട്ടട പിടിച്ചെടുത്താണ് പകരം വീട്ടിയത്. KSU ജില്ലാ വൈസ് പ്രസിഡന്റാണ് 25-കാരിയായ വൈഷ്ണ സുരേഷ്. ടെക്നോ പാർക്ക് ജീവനക്കാരിയായ വൈഷ്ണ പേരൂർക്കട കോളേജിലെ നിയമ വിദ്യാർത്ഥി കൂടിയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടിയ ശേഷം വിവിധ TV ചാനലുകളിലും നഗരത്തിലെ പ്രധാന ഷോകളിലും അവതാരകയായിരുന്നു. ജില്ലയിലെ കോൺഗ്രസിന്റെ സമരങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വൈഷ്ണ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. KSU വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ് വൈഷ്ണ. കേരളം ആരുടെ കൈകളിലേക്ക് പോകും? ത്രിതല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം UDF കടന്നു കയറിയിട്ടുണ്ട്. കൂടെ കോഴിക്കോട് മാത്രമാണ് LDFന് ആശ്വാസം നൽകിയിട്ടുള്ളത്. ഇനി വരും മണിക്കൂറുകളിലെ നിർണായകമായ മധുര പ്രതികാരങ്ങളുടെ ഫലം അറിയുവാനായി കാത്തിരിക്കാം.